ശരി. ശ്രീ സി ആർ നീലകണ്ഠൻ, ഇപ്പോൾ കേരളം പോലെ നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ സംസ്ഥാനത്ത് ഒരു 10 വർഷം തുടർച്ചയായി ഏതെങ്കിലും ഒരു കക്ഷി അല്ലെങ്കിൽ ഒരു മുന്നണി ഭരണത്തിലിരുന്ന് കഴിഞ്ഞാൽ അത് സ്വാഭാവികമാണ് അവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ഉടലെടുക്കും എന്നുള്ളത്. അതിൻ്റെ ആനുകൂല്യം കിട്ടുക പ്രബലമായ ഒരു പ്രതിപക്ഷ മുന്നണിക്കോ അല്ലെങ്കിൽ കക്ഷിക്കോ ആയിരിക്കും. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മറ്റൊരു സവിശേഷത, ജനത്തിന് വിധിയെഴുത്തിൽ ഒരു പിണറായി ശൈലിയോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ ഒരു ആൻറ്റി പിണറായി മൂഡ് കൂടി റിഫ്ലക്റ്റ് ചെയ്തു എന്ന വിലയിരുത്തൽ ഉണ്ടാകുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഏറ്റവും ഒടുവിൽ ഈ വെള്ളാപ്പള്ളി നടേശനൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും അവരെ തള്ളിപ്പറയാൻ കൂട്ടാക്കാതെ അദ്ദേഹത്തെ ഒപ്പം കൂട്ടിയ പിണറായി വിജയൻ്റെ നിലപാടുകൾ, ഇതൊക്കെ കേരളത്തിലെ മതേതര മനസ്സുകൾക്ക് സംശയം ഉണർത്തുന്നതായി മാറി എന്ന വിലയിരുത്തൽ പാർട്ടി തന്നെ നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി പ്രതീക്ഷിക്കുന്നത് എന്തായിരിക്കും? വി ഡി സതീശൻ, ശരി, സാധാരണ നിലയിൽ UDF വരുമ്പോൾ മുഖ്യമന്ത്രി ആരായാലും അത് കേരളത്തെ സംബന്ധിച്ച് വലിയൊരു കൺസേൺ ആകേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നത്, ഞാൻ നമ്മളെന്ന് ഉദ്ദേശിച്ചത് കേരളത്തിൻ്റെ പൊതു ജനതയെ ആണ്. അവർ വോട്ട് ചെയ്യുന്നത് ഒരു മുന്നണിയാണ്, അവർ നിശ്ചയിക്കും അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയ മുന്നണി, ആ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയുടെ നിയമസഭാ കക്ഷി നേതാവ് മുഖ്യമന്ത്രിയായി വരും. അതാണ് അതിൻ്റെ നടപടിക്രമം. പക്ഷെ അതിനപ്പുറത്ത് കേരളത്തിൻ്റെ പൊതുവികാരം മാനിച്ചുകൊണ്ട് വി ഡി സതീശൻ ആ പദവിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ സതീശനിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, ഒരു ശൈലി മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. ആ ശൈലി മാറ്റം ഏത് സ്വഭാവത്തിലുള്ളതായിരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അത് കേരളത്തിൻ്റെ ഭാവിക്ക് അനുഗുണമായ ഒന്നായി മാറാനുള്ള സൂചനകൾ ഈ ആദ്യ മണിക്കൂറുകളിൽ താങ്കൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ശ്രീ സി ആർ നീലകണ്ഠൻ. തീർച്ചയായും ഗോപി, ഞാൻ 2-3 പ്രധാന കാര്യങ്ങൾ പറയാം. ഒന്ന്, ഞാൻ ഓർക്കുന്നത് 2006 VS അച്യുതാനന്ദന് അനുകൂലമായി കേരളത്തിലുണ്ടായ ഒരു തരംഗമാണ്. പാർട്ടി പൂർണ്ണമായും അദ്ദേഹത്തിനെതിരായിരുന്നു, പാർട്ടി സംഘടന എതിരായിരുന്നു, MLA-മാരെ ജയിച്ചവരൊക്കെ എതിരായിരുന്നു, എല്ലാവരും എതിരായിരുന്നു. പക്ഷേ എങ്കിലും പോളിറ്റ് ബ്യൂറോ നിഷേധിച്ച സീറ്റ് VS അച്യുതാനന്ദന് കൊടുക്കേണ്ടി വന്നൊരു പോളിറ്റ് ബ്യൂറോ ഇന്ത്യയിലുണ്ട്. ഇത് കോൺഗ്രസ് പോലെയല്ലല്ലോ. കോൺഗ്രസ്സിൽ ഇങ്ങനെ ഗ്രൂപ്പും തർക്കവും വഴക്കവും ഒക്കെ ഉണ്ടാവാം, അതൊരു പതിവാണ്. പക്ഷേ ഉരുക്കുപോലും ഉറച്ച ഒരു സംഘടനയുടെ ഏറ്റവും ഉന്നത നേതൃത്വത്തിന് ജനങ്ങളുടെ അഭിപ്രായം വച്ച് ഒരു സ്ഥാനാർത്ഥിയെ മാറ്റുക. അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിയാവുക എന്നത് കേവലം സ്ഥാനാർത്ഥിയാവലല്ല, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ടുവരുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നാൽ മുഖ്യമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് 91-ൽ അദ്ദേഹം വന്നാൽ 2001-ൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു, അല്ലെങ്കിൽ 96-ൽ മുഖ്യമന്ത്രി ആവേണ്ടതായിരുന്നു, തോറ്റു. 2006-ൽ ഏതാണ്ട് അതിന് സമാനമായൊരു വികാരമാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇവർ പറയുന്ന പോലെ ലീഗിൻ്റെ സമ്മർദ്ദമോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും സമ്മർദ്ദമോ സാമുദായിക സമ്മർദ്ദമോ ഒന്നുമല്ല, കേരള ജനതയുടെ ഒരു സമ്മർദ്ദം അതിൻ്റെ പിന്നിലുണ്ട്. അത് പാർട്ടിക്ക് അപ്പുറത്തല്ല. ഒന്ന്, പാർട്ടിയെ മുന്നണിയെ കൊണ്ടുപോകാൻ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ ടീം UDF, ഞാൻ വലിയ വിജയം നേടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും തുടങ്ങി ഒരു പക്ഷേ ഒരു ടീം ക്യാപ്റ്റൻ, തോറ്റാൽ അതെൻ്റെ ഉത്തരവാദിത്വം, ജയിച്ചാൽ ടീം UDF എന്നൊക്കെ പറയുന്ന, യഥാർത്ഥത്തിൽ നമ്മൾ ക്രിക്കറ്റിലും ഫുട്ബോളിലും ഒക്കെ ആണല്ലേ ഒരു ക്യാപ്റ്റൻ്റെ റോൾ സതീശൻ എടുക്കുന്നു. രണ്ടാമത്തെ കാര്യം, സതീശൻ, ഞാൻ കേവലം VD സതീശൻ വരുന്നത് മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഒരു ജനറേഷൻ ചേഞ്ചാണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒരു ജനറേഷൻ ചേഞ്ച്. ഇതുവരെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ സംഘടനകൾ അവരൊന്നും മോശക്കാരായിരുന്നു എന്നല്ല, പുതിയ ജനറേഷനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തവരായി നമ്മുടെ മിക്ക രാഷ്ട്രീയ നേതാക്കളും മാറിയിരിക്കുന്നു എന്നത് ഒരു കാര്യമല്ല. ഇപ്പോൾ കാരശ്ശേരി മാഷോ അല്ലെങ്കിൽ സലീമോ അല്ലെങ്കിൽ നമ്മുടെ ഇരിക്കുന്ന ശ്രീത് പണിക്കരൊക്കെ എല്ലാവർക്കും അറിയാം, ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിലും അല്ലെങ്കിൽ ഒരു പരിസ്ഥിതി പ്രസ്ഥാനം, മനുഷ്യാവകാശ പ്രസ്ഥാനം, അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വരുന്നത് തൽക്കാലം ചില ഗുണം കിട്ടാനാവും, ചിലപ്പോൾ അധികാരം കിട്ടാൻ. അല്ലാത്ത സ്ഥലത്തൊന്നും യുവാക്കൾ വരുന്നതേയില്ല. യുവാക്കൾ അരാഷ്ട്രീയവാദികളായി പോകുന്നു, യുവാക്കൾ പോകുന്നു. എന്നാൽ ഞാൻ ഇത്തവണ കണ്ടൊരു കാര്യം, ഒരു സ്വതന്ത്ര നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ ഉറപ്പായി പറയാൻ കഴിയും, യുവാക്കളിൽ കഴിഞ്ഞിട്ടുണ്ട്. യൂത്ത് സതീശൻ്റെ പിന്താങ്ങിയിട്ടുണ്ട്, സ്ത്രീകൾ പിന്താങ്ങി. ഇതുതന്നെയാണ് VS-നും ഉണ്ടായ ഏതാണ്ട് ഒരു അനുഭവം. എന്തുകൊണ്ടാണ് പിന്താങ്ങിയത്? സതീശൻ്റെ ഭാഷ. ഇപ്പോൾ ഇന്ന് തന്നെ ഇപ്പോൾ ഗോപി പറഞ്ഞു, ഇന്ന് രാവിലെ മുതൽ സതീശൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ചൂടാവാം, രാഷ്ട്രീയ നേതാവ് കരയണം, ഇതൊക്കെ കരയുന്ന ഒരാളാവണമെന്ന്. ഇന്ന് കാർത്തികേയൻ്റെ വീട്ടിൽ അദ്ദേഹം പോയി ഉള്ള രംഗം, യഥാർത്ഥത്തിൽ അതൊരു വളരെ ഗംഭീരമായ രംഗം. വേറെ ഒന്നുകൊണ്ടുമല്ല, ഒരു രാഷ്ട്രീയ നേതാവ് കരയൊക്കെ ചെയ്യാം, അതിനൊരു തെറ്റൊന്നുമില്ല. പുരുഷൻ കരയാൻ പാടില്ല, സ്ത്രീയെ കരയാവും എന്നൊക്കെ പറയുന്ന, ഞാൻ ലിജു കരഞ്ഞപ്പോൾ അതിന് സന്തോഷിച്ച ഒരാളാണ്. കാരണം കരയാൻ കഴിയുന്ന പുരുഷന്മാരുണ്ടാവണമെന്നേ കേരളത്തിൽ. അത് തന്നെയാണ്, അല്ലാണ്ട് കൂട്ടക്കരച്ചിലല്ല ഞാൻ പറഞ്ഞു, വെട്ടുകൊണ്ട് കരയലല്ല, മാനസികമായി സംഘർഷം കൊണ്ട് വൈകാരികമായി കരയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ഇദ്ദേഹം ഒരു മനുഷ്യനാണ് എന്ന തോന്നലുണ്ടായി. അവിടെയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൽ നിന്ന് ആളുകൾക്ക് പ്രതീക്ഷിച്ചിട്ട് കിട്ടാതെ വന്നു. ഒരുപക്ഷെ റോഡ് കിട്ടിയിട്ടുണ്ടാവും, വീട് കിട്ടിയിട്ടുണ്ടാവും, വികസനം കിട്ടിയിട്ടുണ്ടാവും, പെൻഷൻ കിട്ടിയിട്ടുണ്ടാവും. ഇതൊക്കെ പറയുമ്പോഴും അതിങ്ങനെ ആവർത്തിക്കുമ്പോൾ ഏതാണ്ട് ഒരു പ്രജയോട് രാജാവ് പറയുന്ന രീതിയായിരുന്നു അവിടെ.
ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 2 യാത്ര നോക്കിക്കോളൂ. പിണറായി വിജയൻ നയിച്ച യാത്രയും സതീശൻ നയിച്ച യാത്രയും തമ്മിലുള്ള വ്യത്യാസങ്ങളും നോക്കിയാൽ മതി. ആ ജീവൻ രക്ഷാപ്രവർത്തനമാണ് ഒരു വശത്ത്, അത് അധികാരത്തിൻ്റെ മുഴുവൻ ശക്തിയോടുകൂടി ഒരു യാത്ര പോകുന്നു. അവിടെ ഒരു അടി കിട്ടിയ ഒരാളിപ്പോൾ ആലപ്പുഴ MLA ആയില്ലേ, അന്ന് തല്ലി കൊടുത്ത ഒരാൾക്ക് ഇപ്പോൾ അയാൾക്ക് MLA സ്ഥാനം അല്ലെങ്കിൽ കിട്ടില്ലായിരുന്നു, അദ്ദേഹത്തിന് MLA ആലപ്പുഴ. ഞാൻ പറഞ്ഞു വന്നത് ഈ വ്യത്യാസം ആളുകൾ സൂക്ഷ്മമായി നോക്കുന്നുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം, കൃത്യമായി ഇപ്പോൾ പരിസ്ഥിതി പോലെയുള്ള വിഷയങ്ങളിൽ കൃത്യമായി നിലപാടെടുക്കും. ജനകീയ സമരങ്ങളിൽ അധികം വരുമ്പോൾ ഇപ്പോൾ കേരളയിലുമായി ബന്ധപ്പെട്ടുള്ള സമരത്തിൽ UDF കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് ഞാൻ. പലരിൽ അന്ന് VD സതീശനുമായി ദീർഘമായ ചർച്ച. അദ്ദേഹം പറഞ്ഞു ഞാനിത് പഠിക്കട്ടെ, അതിൻ്റെ ഡോക്യുമെൻ്റൊക്കെ അദ്ദേഹത്തിന് എത്തിക്കുന്നു. അദ്ദേഹം ഒരു ടീമിനെ വെക്കുന്നു. പഠിച്ചതിന് ശേഷം അദ്ദേഹം ഉറച്ചൊരു തീരുമാനമെടുക്കുന്നു. ഇത് ഇപ്പോൾ ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, കേരളയിൽ സാധ്യമല്ല, അത് വലിയ അബദ്ധമാണെന്ന് ഗവൺമെൻറ് അംഗീകരിച്ച് RRTS മതി എന്നൊക്കെ പറഞ്ഞ ലെറ്ററൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിൻ്റെ പാരിസ്ഥിതികമായ വിഷയങ്ങൾ നിരന്തരം ചർച്ച ചെയ്തു. അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, കാലാവസ്ഥാ മാറ്റം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു ഇൻ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹം പറയുന്നത് നമ്മളിവിടെ നാളെ VD സതീശന് ഇല്ലാതിരിക്കാം, പിണറായി വിജയൻ ഇല്ലാതിരിക്കാം, പക്ഷേ കാലാവസ്ഥ മാറ്റം ഇവിടെ ഉണ്ടാവും. അത് ഈ രാജ്യത്തെ ജനങ്ങളെ എങ്ങനെ ബാധിക്കുന്നു? ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യമാണ്. കാലാവസ്ഥാ മാറ്റം എന്ന് പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ PT തോമസിനെ മാത്രമാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്. PT മാത്രമാണ് ഉറച്ച് കാലാവസ്ഥാ മാറ്റം ഒരു ദുരന്തമാണ്, കേരളത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന് പറയുക. അതൊരു വിഷനാണ്, അതൊരു ദീർഘകാല വിഷനാണ്. അതുപോലെ പാശാ സമരം പോലെയുള്ള ആളുകൾ, അതുപോലെ ദളിത്, ആദിവാസി, അതുപോലെയുള്ള വിഷയങ്ങൾ. അതിൽ CR താങ്കൾ പറഞ്ഞതിനകത്ത് ഈ ഒരു മനുഷ്യനായി ഒരാൾ വന്നിരിക്കുന്നു കേരളത്തെ നയിക്കാൻ എന്ന് പറഞ്ഞത്, ഞാൻ ടേക്ക് ദാറ്റ് പോയിന്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.